ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പലാസ പാൻറ്, സാദാ പാൻറ്, നോർമൽ പാൻറ് എന്നൊക്കെ പറയുമല്ലോ. ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കുന്ന വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ടിനും നമ്മൾ തുണി മടക്കിടുമ്പോൾ ഒരേ രീതിയിലാണ് മടക്കിടേണ്ടത്. അതേപോലെ തന്നെ മെഷർമെൻറ്റും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക. അടിഭാഗത്ത് മാത്രമേ ചെറിയൊരു മാറ്റം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് 4 ഇഞ്ച് മുകളിൽ നമുക്ക് വേണം. 4 ഇഞ്ച് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് മടക്കി അടിക്കാൻ. അപ്പോൾ 4 ഇഞ്ചിൽ നമ്മൾ തുണി മാർക്ക് ചെയ്താലുള്ളൂ. നമുക്ക് 1.5 ഇഞ്ച് മടക്കി അടിച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മൾ ആ 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇറക്കമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുണി ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കിടുക. തുണി മടക്കിടുമ്പോൾ നമ്മൾ അരവണ്ണത്തിൻ്റെ 4/1 കണ്ടിട്ടാണ് മടക്കിടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബിഗിനേഴ്സായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ലെങ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതേപോലെ നമ്മൾ മടക്കിയെടുക്കുന്ന രീതിയിലും ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം, 38ആണ് വേണ്ടത്. 38ൻ്റെ 2 സൈഡിലും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ഇതേപോലെ മടക്കി വെക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് 1.5 ഇഞ്ച് ടേപ്പ് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ 38 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 38 ഉണ്ടാവും. അതേപോലെ തന്നെ അടിവശത്ത് നമുക്ക് 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1.5 ഇഞ്ച് നിങ്ങൾക്ക് ഇടാൻ തുണിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ചെങ്കിലും ഇടണം. 1 ഇഞ്ച് ഇടാതെ നമുക്ക് പറ്റൂല, മടക്കി തയ്ക്കാൻ തയ്യൽ തുമ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുകയാണ്. 2 ഇഞ്ചാണ് വേണ്ടത്. നിങ്ങൾക്ക് 2 ഇഞ്ചിലാണ്, 1.5 ഇഞ്ചാണ് അധിക പാൻറ്റിലും നമ്മൾ ഇടാറുള്ളത്. ഇനി എന്തെങ്കിലും ബൈ ചാൻസിൽ നമ്മൾ പട്ട ബെൽറ്റ് അങ്ങനെ എന്തെങ്കിലും വെക്കുക എന്നുണ്ടെങ്കിൽ താഴ്വശത്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ സാധാ പാൻറ്റിനാണെങ്കിൽ അടിവശത്തുള്ള വണ്ണം ഒരു 7 6 ഒക്കെ ആയിട്ടാണ് വരിക. നമ്മളെ പലാസ പാൻ്റ് ആണെങ്കിൽ അടിവശത്തുള്ള വണ്ണം 10ൽ ചുരുങ്ങാതെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം അതും കൂടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാ പാൻറ്റിനും പലാസ പാൻറ്റിനുള്ള 2 മെഷർമെൻറ്റുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഒറ്റ തുണിയിൽ 2 ഐറ്റം പാൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എല്ലാ അളവുകളും സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ അടിവശത്തുള്ള മാർക്കിങ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള ലൂസ് കാണണം. ഈ ലൂസ് എങ്ങനെ കാണുക എന്നുള്ള വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വളരെ സിമ്പിളാണ്. ഈ ഭാഗത്തുള്ള ഷേപ്പ് താഴ്ച കാണാൻ വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. ഇപ്പം നമ്മളിതിൽ ഷേപ്പ് താഴ്ച 17 എടുത്തിട്ടുണ്ട്. നമ്മൾ ആ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ 17 എടുത്തിട്ടുള്ളത്. നമ്മൾ 4 ഇഞ്ച് കൂട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ഒക്കെ എടുത്താലും മതിയാവും ഷേപ്പ് താഴ്ച. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളെ മുകൾ വശത്തും നമ്മൾ ലൈന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഷേപ്പ് താഴ്ച ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ അടിവശത്തോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. ഇവിടെ വരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ഈ കോർണറിൽ നിന്ന് വേണം നമ്മൾ വരച്ച് തുടങ്ങാൻ. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ വരക്കുന്നത് നമ്മുടെ പലാസ പാൻറ്റിൻ്റെ അളവിലോട്ടാണ്. നമ്മൾ 10ആണ് അടിവശത്തുള്ള ലൂസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിലോട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാൻറ്റിൻ്റെ അളവിനെ കുറിച്ചിട്ടും കൂടി പറയാം. സാധാ പാൻറ്, നോർമൽ പാൻറ് എന്നൊക്കെ പറയുമല്ലോ. ഇതിൻ്റെ മുന്നേ നമ്മൾ കുട്ടികളുടെ ഒരു നോർമൽ പാൻറ് കാണിച്ച് തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതും കൂടി കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ ഇതേപോലെ സാധാ പാൻറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത്ര വീതി ഉണ്ടാവില്ല. ഇവിടെ ഒന്ന് ജസ്റ്റ് വീതി കുറച്ചതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ കോർണറിലോട്ട് നമ്മൾ ഷേപ്പ് താഴ്ച വരച്ച ഈ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പം ഇതേപോലെ ആവും വരിക, അല്ലാത്ത മാറ്റങ്ങളൊന്നുമില്ല. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തുടയുടെ ആ ഭാഗത്തുള്ള ലൂസ് നമുക്ക് ടൈറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇത്ര മാറ്റേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് 2 ഐറ്റം പാൻറ് തയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് പലാസ പാൻറ് തയ്ക്കാൻ.
നല്ല സിമ്പിളായിട്ട് പലാസ പാൻറ്റും അതേപോലെ നോർമൽ പാൻറ്റും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.